ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ECHS അഥവാ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം നമ്മൾ വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും മെഡിക്കൽ പരമായ സഹായത്തിനായി ഉള്ളതാണല്ലോ. ഇതൊരിക്കലും നമുക്ക് ലഭിക്കുന്ന ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഇതിനായി നമ്മൾ പെൻഷനായ സമയത്ത് ഗവൺമെൻറ് നിശ്ചയിച്ച വൺ ടൈം കോൺട്രിബ്യൂഷനും അതോടൊപ്പം എല്ലാ മാസവും മെഡിക്കൽ അലവൻസായ 1000 രൂപയും സർക്കാരിന് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ECHSൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും എംപാനൽഡ് ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയും അതുകൂടാതെ എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് നൽകേണ്ട ആവശ്യമുണ്ടോ എന്നതിനെപ്പറ്റിയും എംപാനൽഡ് ഹോസ്പിറ്റലുകൾക്ക് ഗവൺമെൻറ് എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം അനുസരിച്ച് എത്ര രൂപ നൽകിയിട്ടുണ്ടെന്നും ഇനിയും എത്ര നൽകാനുണ്ടെന്നും എല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ ECHSൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി അറിയാനായി എക്സ് സർവീസ്മെൻ വെൽഫെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ അസോസിയേഷൻ എന്ന ട്രിവാൻഡ്രം ആസ്ഥാനമായുള്ള ഒരു വിമുക്ത ഭടന്മാരുടെ സംഘടന RTI ആക്ട് അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നൽകിയ RTI ആപ്ലിക്കേഷന് ലഭിച്ച മറുപടി വളരെ രസകരമാണ്. ഇത് നമ്മൾ വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ടതും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് എക്സ് സർവീസ്മെൻ വെൽഫെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ അസോസിയേഷൻ എന്ന സംഘടന 1 ഏപ്രിൽ 2025 RTI ആക്ട് അനുസരിച്ച് നൽകിയ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി വിമുക്ത ഭടന്മാരോടും ആശ്രിതരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മളെല്ലാം പല പേരുകളിലുള്ള വിമുക്തഭട സംഘടനകളിൽ അംഗങ്ങളാണ്. എല്ലാ സംഘടനകളും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാസപ്പിരിവിനു വേണ്ടി മാത്രമാകരുത് വിമുക്തഭട സംഘടനകൾ. ഓണത്തിനോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഉള്ള ഫാമിലി മീറ്റിലും സദ്യയിലും മാത്രമായി നമ്മൾ ഒതുങ്ങാൻ പാടില്ല. പ്രതികരിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും നന്മയ്ക്കായും അവകാശങ്ങൾക്കായുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലും ഒപ്പമുണ്ടാകും. ഏത് വിമുക്തഭട സംഘടനയും നമ്മൾ വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും ഉന്നമനത്തിനായി എടുത്ത നടപടികളുടെ വിശദാംശങ്ങൾ നൽകിയാൽ ഈ ചാനൽ വഴി കേരളമൊട്ടാകെയുള്ള വിമുക്ത ഭടന്മാരുടെ അറിവിലേക്കായി പബ്ലിഷ് ചെയ്യാനും അതുവഴി ആ സംഘടനയെപ്പറ്റിയും നമ്മുടെ അവകാശങ്ങളെപ്പറ്റിയും നമുക്കറിയാനും സാധിക്കും. ഇനി നമുക്ക് RTI ആപ്ലിക്കേഷൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഈ RTI ആപ്ലിക്കേഷൻ്റെ സബ്ജക്റ്റ് എംപാനൽഡ് ഹോസ്പിറ്റൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട ECHS റീജിയണൽ സെൻറ്റർ കൊച്ചിയെ സംബന്ധിച്ചത്. ഒന്നാമത്തെ ചോദ്യം, കൊച്ചിയിലെ ECHS റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള എംപാനൽഡ് ആശുപത്രികളിൽ 2025 മാർച്ച് 31 വരെ ഇൻഷുറൻസ് ക്ലെയിമായി നൽകേണ്ട തുക എത്രയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 1 പ്രകാരം ആശുപത്രികൾക്ക് എത്ര തുകയാണ് ലഭിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ECHS റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള എംപാനൽഡ് ആശുപത്രികളിൽ റെഫർ ചെയ്ത അതായത് റെഫറൽ ലഭിച്ചവർ അതിനുശേഷം ചികിത്സയ്ക്കായി ചികിത്സാ ചാർജ് നൽകേണ്ടതുണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 3 പ്രകാരം ഏതൊക്കെ ആശുപത്രികൾക്ക് ഏതൊക്കെ ചികിത്സകൾക്കാണ് അധിക ചാർജ് ഈടാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചിയിലെ ECHS റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള എംപാനൽ ചെയ്ത ആശുപത്രികൾ ECHS സംഘത്തിൽ നിന്നും ചികിത്സയ്ക്കായി പണം ഈടാക്കുകയോ ചികിത്സ നിഷേധിക്കുകയോ ചെയ്താൽ ആ എംപാനൽ ചെയ്ത ആശുപത്രിയുമായി ബന്ധപ്പെട്ട ECHS റീജിയണൽ സെൻറ്ററും OIC പോളിക്ലിനിക്കും എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കുന്നത്? ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 മുതൽ 2025 വരെ സെക്ഷൻ 5 പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാതികളുടെയും അവയിലുള്ള നടപടികളുടെയും ഒരു പകർപ്പ് നൽകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് RTI ആക്ട് അനുസരിച്ച് ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും വൺ ടൈം കോൺട്രിബ്യൂഷനും മാസം തോറും മെഡിക്കൽ അലവൻസായി 1000 രൂപയും നൽകുന്ന നമ്മൾക്ക് ഇത് ചോദിക്കാനും അറിയാനും അവകാശമുണ്ട്. ഇനി ഇതിന് കിട്ടിയ മറുപടികൾ വളരെ രസകരമാണ്. ഈ RTI ആപ്ലിക്കേഷൻ 16 ഏപ്രിൽ 2025 RTI സെൽ സേനാഭവൻ ന്യൂഡൽഹിക്ക് ലഭിക്കുകയും
അതിലെ ചോദ്യങ്ങളും വിവരങ്ങളും സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടർ ട്രിവാൻഡ്രത്തുള്ള RTI സെല്ലിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 23 ഏപ്രിൽ 2025 ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ആ ലെറ്ററാണ് സ്ക്രീനിൽ കാണുന്നത്. എല്ലാ ചോദ്യങ്ങളുടെയും വിശദാംശങ്ങൾ നൽകണമെന്ന് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം 6 മെയ് 2025 ഇതേ RTI ആപ്ലിക്കേഷൻ ECHS റീജിയണൽ സെൻറ്റർ പാങ്ങോട് തിരുവനന്തപുരത്തിന് ഫോർവേഡ് ചെയ്തു. ആ ലെറ്ററാണ് സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ 15 മെയ് 2025 ECHS റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം നമ്മുടെ എല്ലാ ആവലാതികൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടി നൽകി. ആ ലെറ്ററിൻ്റെ കോപ്പിയാണ് സ്ക്രീനിൽ കാണുന്നത്. ആദ്യ ചോദ്യമായ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള എംപാനൽഡ് ഹോസ്പിറ്റലുകൾക്ക് ഇൻഷുറൻസ് ക്ലെയിമായി നൽകിയ തുക എത്രയാണ് എന്നതിന് മറുപടി, റീജിയണൽ സെൻറ്റർ ECHS ട്രിവാൻഡ്രം ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്നില്ല. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഈ മറുപടിയിൽ മനസ്സിലാകുന്നില്ല. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഒരു ഇൻഷുറൻസ് സ്കീം അല്ലെന്നാണോ, അതോ ഈ ക്ലെയിമിൻ്റെ തുക നൽകുന്നത് ഇവരല്ല എന്നാണോ? എന്തായാലും റീജിയണൽ സെൻറ്റർ ECHS ട്രിവാൻഡ്രം അറിയാതെ ഒരു ക്ലെയിമുകളും നടക്കാൻ സാധ്യതയില്ല. ഇനി നടന്നാലും എത്ര ക്ലെയിമുകൾ പെൻഡിങ് ആണെന്നും എത്ര ലഭിച്ചു എന്നും അറിയാതിരിക്കാൻ വഴിയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യമായ ആശുപത്രികൾക്ക് ലഭിക്കുന്ന തുക എത്രയാണ് എന്നതും റീജിയണൽ സെൻറ്ററിന് അറിയില്ല. മൂന്നാമത്തെ ചോദ്യമായ തിരുവനന്തപുരം ECHS റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള എംപാനൽഡ് ആശുപത്രികളിൽ റെഫർ ചെയ്ത, അതായത് റെഫറൽ ലഭിച്ചവർ അതിനുശേഷം ചികിത്സയ്ക്കായി ചികിത്സാ ചാർജ് നൽകേണ്ടതുണ്ടോ? ഇതിനുള്ള മറുപടി ചികിത്സാ ചാർജ് നൽകണം എന്നാണ്. അതിനായി മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ 4 ഒക്ടോബർ 2020 B/49778/AG/ECHS/Claim/Advisory മെൻഷൻ ചെയ്തിരിക്കുന്നു. ഈ അഡ്വൈസറിയുടെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമാക്കാം. നാലാമത്തെ ചോദ്യമായ ഏതൊക്കെ ആശുപത്രികൾക്ക് ഏതൊക്കെ ചികിത്സകൾക്ക് അധിക ചാർജ് ഈടാക്കാനുള്ള നിർദ്ദേശമുണ്ട്? അതിനും മറുപടി മുകളിൽ പറഞ്ഞ അഡ്വൈസറി തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യമായ എംപാനൽ ചെയ്ത ആശുപത്രികൾ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെടുകയോ ചികിത്സ നിഷേധിക്കുകയോ ചെയ്താൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും? ഇതിന് മറുപടിയായി മുകളിൽ പറഞ്ഞ അഡ്വൈസറി അനുസരിച്ച് അതിനെതിരായി ചികിത്സ നിഷേധിച്ചാൽ OIC പോളിക്ലിനിക്കിനെ ടെലിഫോൺ വഴി അറിയിക്കുകയും റിട്ടേൺ കംപ്ലൈൻറ്റ് നൽകുകയും വേണം. MOA അനുസരിച്ച് നടപടി സ്വീകരിക്കും. അവസാന ചോദ്യമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാതികളുടെയും എടുത്ത നടപടികളുടെയും പകർപ്പ് നൽകുക. അതിനുള്ള മറുപടിയായി RTI ആക്ട് 2005 സെക്ഷൻ 11 അനുസരിച്ച് നൽകാൻ സാധിക്കില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നു. 2 ECHS റീജിയണൽ സെൻറ്ററുകളും ഇതേ ഉത്തരമാണ് തന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 80ഉം 90ഉം വയസ്സുള്ള വിമുക്ത ഭടന്മാർ ECHS സംബന്ധമായ സംശയങ്ങൾക്ക് അഡ്വൈസറി മുഴുവൻ വായിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു. എന്തായാലും ഇതിനെതിരെ അപ്പീൽ പോകാൻ തന്നെ എക്സ് സർവീസ്മെൻ വെൽഫെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുകളിൽ പറഞ്ഞ രീതിയിൽ അനുഭവങ്ങൾ നേരിട്ട വിമുക്ത ഭടന്മാരും ആശ്രിതരും അതിനെതിരെ നൽകിയ പരാതികളും ECHS എടുത്ത നടപടികളും സംബന്ധിച്ച വിവരങ്ങൾ കമൻ്റായോ xarmyMalayalam@gmail.com എന്ന മെയിൽ ID-യിലേക്കോ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മെപ്പോലെ മറ്റ് വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ഇത് ഗുണകരമാകട്ടെ. ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായ പ്രതിഷേധവും നടപടികളും സ്വീകരിക്കാൻ വിമുക്തഭട സംഘടനകളോടും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.